നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വൃദ്ധ ദമ്പതികളുടെ സ്വർണം കവർന്ന പ്രതിയുമായി തെളിവെടുപ്പ്. കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് വളാഞ്ചേരി പോലീസ് തെളിവെടുത്തു. വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെയാണ് കോട്ടപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. ട്രെയിനിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ചാണ് ബാദുഷ വീട്ടിലെത്തി കവർച്ച നടത്തിയത്. വളാഞ്ചേരിയിൽ വൃദ്ധ ദമ്പതികളുടെ സ്വർണം കവർന്ന സംഭവത്തിലെ പ്രതി തൃശൂർ വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെയാണ് കവർച്ച നടത്തിയ കോട്ടപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ട്രെയിനിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ച ശേഷം കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രൻ, ഭാര്യ ചന്ദ്രമതി എന്നിവരുടെ വീട്ടിലെത്തി 6 പവനാണ് മോഷ്ടിച്ചത്. ട്രെയിനിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ച് ചികിത്സയ്ക്ക് പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് ചന്ദ്രനും ഭാര്യയും കൊട്ടാരക്കരയിൽ പോയി മടങ്ങും വഴിയാണ് നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ബാദുഷ ഇരുവരുമായും സൗഹൃദത്തിലായത്. നാവികസേന ആശുപത്രിയിൽ ചെലവ് കുറവാണെന്നും ചികിത്സയ്ക്ക് സഹായം ചെയ്തു നൽകാമെന്നും ദമ്പതികളെ വിശ്വസിപ്പിച്ചു. പിറ്റേന്ന് ചികിത്സയുടെ രേഖകൾക്ക് വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് വീട്ടിലെത്തി കയ്യിൽ കരുതിയ പഴങ്ങൾ ഉപയോഗിച്ച് ജ്യൂസ് തയ്യാറാക്കി ഇരുവർക്കും നൽകി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസ് ആകുമെന്ന് പറഞ്ഞ് ഗുളികയും നൽകി. ഇതോടെ ഇരുവരും മയങ്ങി വീണു. സ്വർണം കവർന്ന യുവാവ് സ്ഥലം വിട്ടു. ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിലാണ് പ്രതിയെ പോലീസ് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ മാസം 20-ന് പിടികൂടിയത്. സ്വർണം തൃശൂരിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. കേരള വിഷൻ, വളാഞ്ചേരി.